കേരളത്തിലെ ഇടത് സർക്കാരിനെ അതിൻ്റെ ആ ഭരണതലത്തിൽ വലിയ സമ്മർദ്ദങ്ങൾ ചെലുത്തി സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ് സമസ്ത എന്ന ഒരു മത പുരോഹിത സംഘടന. അങ്ങേക്കറിയാം, അങ്ങ് കോഴിക്കോട് നിന്ന് വരുന്നയാളാണ്. തീർച്ചയായിട്ടും സമസ്തയുടെ ബലവും സ്വാധീനവും അവരുടെ ദൗർബല്യവും എന്താണെന്ന് അങ്ങേക്കറിയാം. ഇത്തരത്തിൽ സമസ്ത ഇങ്ങനെ കേരള ഭരണത്തിൽ സ്വാധീനം ചെലുത്താനും സമ്മർദ്ദപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുന്നതിനെ BJP എങ്ങനെ നോക്കിക്കാണുന്നു? ഇത് കേരളത്തിനുണ്ടാക്കാൻ പോകുന്നത് ഗുണമാണോ ദോഷമാണോ? എനിക്ക് തോന്നുന്നു നമ്മൾ അല്പം കൂടി പുറകോട്ട് പോയിട്ട് ഇതിനെ വിശകലനം ചെയ്യുന്നത് കുറെ കൂടെ നന്നാകും. 1950 മുതൽ 1980 അവസാനം വരെ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സൃഷ്ടിച്ചു വെച്ച ഒരു പരിപ്രേക്ഷ്യമുണ്ട്. അപ്പം മതവും രാഷ്ട്രീയവും തമ്മിലുള്ള അതിർവരമ്പുകളെ അവർ നിർവചിക്കുകയും മതഭീകരതയ്ക്കും മതസമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ ഒരു സെക്യുലർ സമീപനം കേരളത്തിൽ നടത്തിക്കൊണ്ടുവരുവാൻ ഇരു കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരുന്നതായിരുന്നു കേരളത്തിലുണ്ടായിരുന്ന ഒരു പൊതു ശൈലി എന്ന് പറയുന്നത്. പക്ഷേ ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗിനെ ഞാനതാണ് പറഞ്ഞുകൊണ്ട്. അതെ, പക്ഷെ അപ്പോഴും അവർ ചില കാര്യങ്ങളിൽ നിലയ്ക്ക് നിർത്താൻ അവർക്ക് സാധിച്ചു എന്നുള്ളത്. പക്ഷേ 1980 ശേഷം രണ്ട് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും കഴിവ് ക്ഷയിച്ചുകൊണ്ട് വരുന്നതും ആ ശൂന്യതയിലേക്ക് താൽക്കാലിക ലാഭത്തിനു വേണ്ടി മത സാമുദായിക സംഘടനകളുമായി സന്ധി ചെയ്ത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി അവർ ചില അവിശുദ്ധ ബന്ധങ്ങൾ ഉണ്ടാക്കി. ദുർബലമായിരുന്ന മതസംഘടനകൾക്ക്, സാമുദായിക സമ്മർദ്ദ ഗ്രൂപ്പുകൾക്ക് മെല്ലെ മെല്ലെ കേരളത്തിൽ ഒരു സ്വീകാര്യത താങ്കൾ പറഞ്ഞ മാതിരി രണ്ട് മുന്നണികളും കൊണ്ടുവന്നു. അത് 2000 കവിഞ്ഞതോടു കൂടിയിട്ട് പാർട്ടികൾ ദുർബലമാകുകയും ആ ശൂന്യതയ്ക്കകത്തേക്ക് സംഘടിത സമ്മർദ്ദ ഗ്രൂപ്പുകളായിട്ട് മത സെക്ടറിൽ സംഘടനകൾ വളർന്നു വരികയും ചെയ്തു. അവർ ഭീഷണിപ്പെടുത്തിയും മറ്റു കാര്യങ്ങളുടെ പലതും നേടാൻ ശ്രമിച്ചു. ചില ടെസ്റ്റ് ഡോസുകൾ അവർ വിജയിക്കുകയും ചെയ്തു. നോക്കൂ, മാറാട് കലാപം നടന്നപ്പോൾ അന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിയുടെ വാക്കുകൾ നമ്മൾ ചെയ്യും. അവിഹിതമായ അസാൻമാർഗികമായ മാർഗത്തിലൂടെ പലരും നേടിയെടുക്കാൻ ശ്രമിക്കുന്ന പച്ച പരമാർത്ഥം, ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അതിജീവിക്കേണ്ടി വന്ന സമ്മർദ്ദങ്ങൾ, അത് അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെടലിലേക്ക് പോലും എത്തി. അതെ, സംഘടിത വോട്ട് ബാങ്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തണ്ട എന്ന് തന്നെയായിരുന്നു AK ആന്റണിയുടെ നിലപാട്. പക്ഷെ അതിനെപ്പോലും അവർ അതിജീവിച്ച് ആന്റണിക്ക് ഒഴിയേണ്ടി വന്നു. പിന്നീട് നമ്മൾ മെല്ലെ മെല്ലെ കാണുന്നത് കേരളത്തിലെ മുഖ്യ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ മുസ്ലിം മതവിഭാഗങ്ങൾ അവർ മറ്റു വിഭാഗങ്ങളെ താഴത്തേക്ക് ചവിട്ടിത്താഴ്ത്തി അവർ പിടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ, കേരളത്തിലെ മന്ത്രിസഭ എടുത്ത തീരുമാനം എന്താ? ജനസംഖ്യാനുപാതികമല്ല, 80% അവർക്ക് കൊടുക്കണം, ബാക്കിയുള്ളവർ നക്കാപ്പിച്ച 20% ക്രൈസ്തവരും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളും വീതിച്ചെടുക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ തരത്തിൽ വോട്ട് ബാങ്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തേണ്ടി വരും. ഇടതുപക്ഷ സർക്കാരിൻ്റെ പോലും മുഖ്യ നയങ്ങളെയും പരിപാടികളെയും അവർക്ക് തിരുത്തേണ്ടി വന്നു. വഖഫ് ബോർഡിലെ നിയമനം PSCക്ക് വിടണമെന്നുള്ള ഒരു തീരുമാനമായിരുന്നു സത്യത്തിൽ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് എടുത്തത്. അവർ തന്നെ അട്ടിമറിച്ചു എന്ന് പറഞ്ഞാൽ അവർ ഭീഷണിപ്പെടുത്തിയപ്പോഴും അവർക്ക് തയ്യാറാകേണ്ടി വന്നു. പലപ്പോഴായിട്ട് ഇപ്പോൾ സ്വകാര്യ സ്കൂൾ മാനേജ്മെൻറ്റുകളുടെ ചില തീരുമാനങ്ങൾ കൈവയ്ക്കാൻ വേണ്ടി ഇടതുപക്ഷം ശ്രമിച്ചപ്പോഴും തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളും ഉണ്ടാവില്ല, ആ തരത്തിലൊരു ഭീഷണി കേരളത്തിൽ വളർന്നു വന്നു. അപ്പോൾ ആ ഭീഷണി തന്നെയല്ലേ മാഷേ സ്കൂൾ സമയത്തിൻ്റെ ക്രമീകരണത്തിലും കാലത്തിനനുസരിച്ച് സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്താൻ സർക്കാരിന് അവകാശമുണ്ട്, അധികാരമുണ്ട്. പക്ഷെ അതിനെ ചോദ്യം ചെയ്യുകയും അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് സമസ്ത വളർന്നിരിക്കുകയല്ലേ? സമസ്ത പലപ്പോഴും അതിൽ വിജയിച്ചതിൻ്റെ സൂചന നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിൽ ഇടതുപക്ഷ അധ്യാപക സംഘടനയ്ക്ക് പ്രാമുഖ്യമുള്ള ബാലുശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു വസ്ത്രരീതി അവർ കൊണ്ടുവന്നു. തൊട്ട് പുറകെ നമ്മൾ കാണുന്നത് ബാലുശ്ശേരി അങ്ങാടിയിൽ അവിടെ നിന്ന് ഇവിടെ നിന്നുമായിട്ട് സമസ്തയുടെയും ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും PDPയുടെയും ഒക്കെ പരോക്ഷമായ പിന്തുണയോടെ ഒരുപറ്റം ആളുകൾ വന്ന് മുദ്രാവാക്യം മുഴക്കുന്നു. നോക്കൂ, ആ ഒരു മതേതര കാഴ്ചപ്പാട് സ്ത്രീ പുരുഷ ലിംഗ സമത്വത്തിന് നൽകുന്ന ഒരു വസ്ത്രധാരണ രീതി പോലും ഞങ്ങൾ അനുവദിക്കില്ല. ഗവൺമെൻറ് അവിടെയും പുറകോട്ട് പോയി. ഇങ്ങനെ അവർ നടത്തിയ ഓരോ ടെസ്റ്റ് ഡോസ് ആയിരുന്നു ഇത്. ഇപ്പോൾ സ്കൂൾ സമയമാറ്റം, ഇത്തരം പല കാര്യം, വെള്ളിയാഴ്ചകളിൽ പരീക്ഷ വയ്ക്കാൻ പോലും മതേതര കേരളത്തിന് സാധ്യമല്ല. മതചിഹ്നങ്ങളെയും മത തത്വങ്ങളെയും ഭരണകൂടം മാറ്റി നിർത്തുകയാണ് ഞങ്ങളുടെ നയമെന്ന് ധീരമായി പ്രഖ്യാപിച്ച ഇടതുപക്ഷ ഭരണകൂടത്തിലാണ് SSLC പരീക്ഷ വെള്ളിയാഴ്ച നടത്താൻ പറ്റില്ല, അതിനോടൊക്കെ പ്രധാനപ്പെട്ട പരീക്ഷകൾ നടത്താൻ പറ്റില്ല, ആണിനും പെണ്ണിനും സ്വീകാര്യമായ ഒരു വസ്ത്രധാരണ രീതി കൊണ്ടുവരാൻ പറ്റില്ല.
വഖഫ് ബോർഡിൽ ഇപ്പം നമുക്കറിയാം ദേവസ്വം ബോർഡിലെ നിയമനത്തെക്കുറിച്ചുള്ള അതേ നിലപാട് വഖഫ് ബോർഡ് നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. മെല്ലെ മെല്ലെ ഇവർ കേരളത്തിലെ പൊതുസമൂഹത്തിൽ അർഹതപ്പെടാത്ത AK ആന്റണി പറഞ്ഞതുപോലെ അർഹതപ്പെടാത്ത ആനുകൂല്യങ്ങൾ പിടിച്ചുപറ്റുന്ന വളർത്തയിലേക്ക് വളർന്നിരിക്കുന്നു. ഞങ്ങളുടെ അനിഷ്ടത്തിൽ ഭാതൃഭൂതമായ ഒരു സർക്കാരിന് ഞങ്ങൾ അനുവദിക്കില്ല. അവസാനം രണ്ടു കൂട്ടരും സത്യത്തിൽ അവർക്ക് കീഴ്പ്പെട്ട് അവരുടെ കക്ഷത്തിൽ കഴുത്തു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് കേരളം ഇന്ന് കാണുന്നത്. അതിൽ അസ്വസ്ഥതയുണ്ട് കേരളത്തിൽ എന്നുള്ളതാണ് വർത്തമാനകാല കേരളം കാണുന്ന ഏറ്റവും പോസിറ്റീവായ ഒരു നീക്കമായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ല, നമ്മളിങ്ങനെ പറയുമ്പോഴും ഇക്കാര്യത്തിൽ BJP ഏറ്റവും മുന്നിലേക്ക് വന്ന് ഒരു പ്രക്ഷോഭം നയിക്കാനോ ഇതിനെ എതിർക്കാനോ തയ്യാറാകുന്നുണ്ടോ? അത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനോടൊക്കെ ഒരു മൃദു സമീപനം BJP സ്വീകരിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങ് പറഞ്ഞ മാറാട് വിഷയം തൊട്ട് ഇങ്ങോട്ടേക്ക് നമ്മൾ എടുത്തു നോക്കിയാൽ BJP ഞാൻ പറയുന്ന ഒരു സായുധമായ ഒരു സമരത്തിലേക്ക് BJP പോകണം എന്നല്ല. പക്ഷേ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നൊരു ചോദ്യം, ഇതിനെല്ലാം ഫലപ്രദമായിട്ട് നേരിടാനും പരാജയപ്പെടുത്താനും BJPക്ക് സാധിക്കുന്നുണ്ടോ? അല്ല, ഒന്ന് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ള നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യത്തോടും കാഴ്ചപ്പാടോടും ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇസ്ലാമിക തീവ്രവാദത്തിന് അതിനേക്കാൾ തീവ്രവാദാത്മകമായ ഒരു നിലപാടിലേക്ക് BJP മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പകരം ഇത്തരം കാര്യത്തിന് മതേതരവും രാജ്യത്തിലെ പൊതു സ്വീകാര്യതയുമായ ഒരു മനസ്സിനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം മാറാട് കലാപത്തിന് നമുക്കറിയാം, അതിന് മുന്നണി പ്രവർത്തിച്ചതും ഒക്കെ തന്നെ ധീരമായ പോരാട്ടം മാസങ്ങളോളം ഒരു സർക്കാർ സംവിധാനത്തോടും പോലീസിനോടും പടവെട്ടി പിടിച്ചു നിർത്താൻ സാധിച്ചത് അതിന് പിന്തുണ കൊടുത്തത് പരിവാറും BJPയുമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴും പൊതുസമൂഹത്തിൽ ഇതിനെതിരായുള്ള പ്രക്ഷേപങ്ങളൊക്കെ തന്നെ വളർത്തിക്കൊണ്ട് വന്നത്. ഉദാഹരണം, ന്യൂനപക്ഷങ്ങൾക്ക് അനർഹമായ 80% സ്കോളർഷിപ്പ് നൽകുന്ന കാര്യത്തിലായാലും ഈ ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് ഒരു വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലായാലും ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രക്ഷോഭം നടത്തുന്ന കാര്യത്തിൽ BJP അല്പം പോലും പുറകിലായിരുന്നില്ല. ഈ ഒരു മതേതര മനസ്സ് കേരളത്തിൽ ഡെവലപ്പ് ചെയ്യുന്നതിൽ വലിയ നേട്ടമാണ്. അതോടൊപ്പം ആ വിഭാഗത്തിനകത്തുള്ള മൃദുവായ അല്ലെങ്കിൽ അതിനോട് എതിർപ്പുള്ള ഒരു വലിയ വിഭാഗത്തെ കൂടെ ചേർത്ത് നിർത്തുക എന്നുള്ള ചരിത്രപരമായ ദൗത്യവും കൂടി BJPക്കുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ കൂടി പ്രതിഫലനമാണ് നിങ്ങൾക്ക് കാണാം BJPക്കകത്തേക്ക് സമീപകാലത്ത് വന്നിരിക്കുന്ന ന്യൂനപക്ഷ ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. ഇപ്പോൾ സംസ്ഥാന ചുമതല വഹിക്കുന്ന ആളുകളുടെ ഇടയിൽ പോലും അവരുടെ സംഖ്യകൾ വളരെ കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നിലമ്പൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ആ വിഭാഗത്തിൽ നിന്നും നമ്മൾ പരിശോധിച്ചാൽ വലിയൊരളവോളം സാർത്ഥകമായ വോട്ടുകൾ BJPക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നിലമ്പൂരിലെ നമ്മുടെ വിഷയം സമസ്തയാണെങ്കിലും ഇടയ്ക്കത് പറഞ്ഞതുകൊണ്ടാണ്, നിലമ്പൂരിൽ നമുക്ക് BJPക്ക് അത്തരത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടിയിട്ടുണ്ട്, മുമ്പ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് കണക്കുകൾ വെച്ച് പറയാം. പക്ഷേ ഇപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പിൽ അത് നടന്നിട്ടുണ്ടോ, അത് സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണികൾക്കും വോട്ടുകൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ കുറയുമ്പോൾ ആകെ നിലമ്പൂരിൽ നേരത്തെ കിട്ടിയതിനേക്കാൾ വോട്ടുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കിയ ഒരു പ്രസ്ഥാനം BJP നാമമാത്രമായെങ്കിലും മറ്റുള്ളവർക്ക് ബഹുഭൂരിപക്ഷം കുറഞ്ഞപ്പോൾ നിലനിർത്താൻ പടാപ്പാട് പെട്ടപ്പോൾ നമ്മൾ ഇവിടെ നേടിയ നേട്ടമാണ്. മറ്റുള്ളവർക്ക് നിങ്ങൾ ഒരു കാര്യം കാണേണ്ടത്, മതവർഗീയ പ്രസ്ഥാനങ്ങളുമായി രണ്ട് മുന്നണികളും കോംപ്രമൈസ് ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി ഇന്നലെ വരെ പരോക്ഷമായിട്ടായിരുന്നു ഐക്യമുന്നണിയുടെ കൂടെ ചേർത്തിരുന്നതെങ്കിൽ അവർ പരസ്യമായിട്ട് അവരെ കൂടെ ചേർക്കാൻ തയ്യാറായി. അവർ പുതുതായിട്ട് വർദ്ധിത വീര്യത്തോടെ കൂടെ വന്നിട്ടും ആര്യാടന് വോട്ടുകൾ കുറയുകയാണ് ഉണ്ടായത്, എണ്ണത്തിൽ കുറവുണ്ടായി. PDP ഈ അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയല്ല, പൊതു സ്വീകാര്യതയുള്ള പ്രസ്ഥാനമാണ്, അവരെ സ്വീകരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം അവരെ കൂടെ ചേർത്ത് നിർത്തി. എന്നിട്ടും അവർക്ക് വളരെ ഭീമമായ നഷ്ടമുണ്ടായി. ഇതൊന്നുമില്ലാതെ തന്നെ നിലപാടുകളിൽ അശേഷം വെള്ളം ചേർത്താതെ നിലപാടുകൾ ഉറച്ചു നിന്നിട്ട് പോലും BJPക്കകത്ത് നാമമാത്രമായിട്ടാണെങ്കിൽ പോലും വോട്ടുകൾ വർദ്ധിച്ചു. ഉള്ളത് നിലനിർത്താൻ സാധിച്ചതോടൊപ്പം അല്പമെങ്കിലും കൂട്ടിച്ചേർത്താൻ സാധിച്ചതുകൊണ്ട് കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് തന്നെ കാണുന്നു. അത് നിലമ്പൂരിൽ ഇത്രയും നടന്നിട്ടുണ്ടെങ്കിൽ നിലമ്പൂരിന് അപ്പുറത്തേക്ക് അതിനേക്കാൾ വർദ്ധിതമായ ആളുകൾ കൊണ്ടുവരാൻ സാധിക്കും. ഈ നിലപാട് ശരിയായിരുന്നു എന്ന് കേരളം ശരിവെച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അവസാനമായി സമസ്തയിലേക്ക് തിരിച്ചു വരാം. ഈ അങ്ങ് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ കാര്യം പറഞ്ഞു. നമ്മൾ കണ്ടതാണ്, ഒരു ഉന്നത വിജയം നേടിയ ഒരു കുട്ടി സ്റ്റേജിലേക്ക് വന്ന് സമ്മാനം വാങ്ങിച്ചതിന് സമസ്തയുടെ നേതൃത്വം, അതിൽ ഒരു ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ ഒന്നിൽ ഇരിക്കുന്ന ഒരു മത ആചാര്യൻ തന്നെ അതിനെ ചോദ്യം ചെയ്യുകയും നിശിതമായിട്ട് പരസ്യമായി വിമർശിക്കുകയും ചെയ്യുന്ന കാഴ്ച കേരളം കണ്ടു. അതിനെതിരെ കേരളം വലിയ പ്രതിഷേധവും ഉയർത്തി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമസ്ത ഈ ഇടതുപക്ഷത്തെ അവരുടെ വോട്ട് ബാങ്ക് കാണിച്ച് സമ്മർദ്ദപ്പെടുത്തി സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ മറികടക്കാൻ BJP ആ തലത്തിൽ നിന്നുകൊണ്ട്
ഭാവിയിൽ എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്? സൂചനകൾ തന്നാൽ മതിയാവും. നോക്കൂ, ബി ജെ പിയുടെ കേരളത്തിലെ പൊളിറ്റിക്കൽ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത് ജിഹാദി ബന്ധം. ഇവർ തമ്മിൽ പരസ്പരം ഇഴചേർന്നിരിക്കുന്നു. താങ്കൾ ചൂണ്ടിച്ച നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ നോക്കൂ, പാലക്കാട് ഒരു പിഞ്ചു കുഞ്ഞിനെ ബലി നൽകിയ കേസുകൾ പോലും ഇവിടെ എത്തി. ഉത്തര മലബാറിൽ ഒരു മതചടങ്ങിനിടയിൽ അശാസ്ത്രീയമായ പ്രവർത്തനത്തിൽ ഒരു കുഞ്ഞു മരണപ്പെട്ട സംഭവം. 1.5 മാസം അത് മാത്രം മാലമുള്ള കുഞ്ഞ്. ഇത്തരം വിഷയങ്ങളിൽ ഇപ്പം എല്ലാവരും വർഗീയവാദികളാണ്, എല്ലാവരും വെറുക്കപ്പെടേണ്ടവരാണ് അഭിപ്രായമൊന്നും നമുക്ക് ഒരുപാട് സമുദായത്തിൽപ്പെട്ടവരില്ല ഇല്ല. പക്ഷെ ഇത്തരത്തിലുള്ള പരിപോഷിക്കപ്പെടേണ്ടവരെ പോഷിപ്പിക്കുന്നതിന് പകരം ഇത്തരം ചിന്താധാരയെ മെല്ലെ മെല്ലെ തങ്ങളുടെ താല്പര്യത്തിനൊത്ത് വളർത്തിക്കൊണ്ടുവരുന്നതിലായിരുന്നു. PDP-യോടൊപ്പം കോംപ്രമൈസ് ചെയ്യാനും SDP-യോട് സന്ധി ചേരാനുള്ള കാരണം രാജ്യദ്രോഹികളുടെയും വിധ്വംസക പ്രവർത്തകരുടെയും 10 വോട്ട് അധികം കിട്ടിയാൽ തങ്ങൾക്ക് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനം 4 സീറ്റ് അധികം കിട്ടുമെങ്കിൽ താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഇത്തരം കോംപ്രമൈസ് വർത്തമാനകാല കേരളത്തിൻ്റെ ഭാവി കേരളത്തിന് നൽകുന്ന അപകടകരമായ സൂചനയാണ് BJP പലപ്പോഴും ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇടതും ജിഹാദികളും തമ്മിലുള്ള ഒരു കോംപ്രമൈസ്, രണ്ടുപേരുടെ താല്പര്യങ്ങൾ ഒന്നാകുന്നത്, അതിനോട് പ്രതിരോധിക്കുന്ന പ്രതിപക്ഷമാവട്ടെ അതിനേക്കാൾ കൂടുതൽ തീവ്രമായ ഭീകരവാദത്തോടും വർഗീയതയോടും സന്ധി ചെയ്തുകൊണ്ട് അവരെ പോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, അത് വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പായാലും കേരളത്തിൽ ഇവരൊക്കെ പരസ്പരം കൂടുതൽ തീവ്രത പറയാനും കൂടുതൽ വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാനുള്ള പ്രവർത്തനം കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ആ സമൂഹത്തിൽപ്പെട്ട ആളുകളെ കൂടെ ചേർത്തുകൊണ്ട് പ്രതിരോധിക്കുന്നതിൽ നമ്മൾ മെല്ലെ മെല്ലെ വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ സൂചനയായിട്ട് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.